അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മൾ വാപ്പയും ഉമ്മയുമാവുക, വല്ലിപ്പയും വല്ലിമ്മയുമാവുക എന്നതും കൂടുതൽ മക്കളുണ്ടാവുക എന്നത് സ്വർഗത്തിന് കാരണമാകുന്ന സൽപ്രവർത്തനമാണ് എന്നതും. പെൺകുട്ടികൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിനും നരകമോചനത്തിനും പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തുവാനും കാരണമാകുന്ന നിധികളാണ് എന്നും ബോധപൂർവം മക്കൾ വേണ്ട എന്ന് വെക്കുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നതും പരമാവധി എല്ലാം കഴിഞ്ഞോട്ടെ എന്ന് തീരുമാനിക്കുന്നതും ഗുണകരമാകാത്തതും ഹറാമാകുന്ന കാര്യങ്ങളും അതിലുണ്ട് എന്നതുമാണ് നമ്മൾ സൂചിപ്പിച്ചത്. തുടർച്ചയെന്നോണം ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും മഹാഭൂരിപക്ഷവും വിവാഹം കഴിഞ്ഞവരോ മക്കളുള്ളവരോ ആയിരിക്കും, ആണും പെണ്ണും. വിവാഹം കഴിയാത്തവർ ഭാവിയിൽ വിവാഹിതരാവുകയും മാതാക്കളോ പിതാക്കളോ അള്ളാഹുവിന്റെ തൗഫീഖുണ്ടെങ്കിൽ ആകേണ്ടവരുമാണല്ലോ. നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ഉപ്പയാകാൻ പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സഹോദരിമാരെ, ടെസ്റ്റ് പോസിറ്റീവാണ് എന്നറിഞ്ഞു നമ്മളൊരു ഉമ്മയാകാൻ പോകുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായാൽ നമ്മുടെ പെൺകുട്ടി ഫോണിലൂടെ വിളിച്ചു പറയാണ്, വാപ്പ വിശേഷമുണ്ട് കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളൊരു വല്യാപ്പയായി വല്യമ്മയായി ആകാൻ മാറുകയാണ് എന്ന് നമ്മൾ കേട്ട ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ബന്ധുമിത്രാദികളെ വിളിച്ചറിയിക്കുന്നു, കൂട്ടുകാരോട് പറയുന്നു. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ആളുകളെ അറിയിക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു. ഇതെല്ലാം ചെയ്യാവുന്നതാണ്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾക്ക് മക്കളെ നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. വഷ്കുറു നിഅമത്തല്ലാഹ്, മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായി അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതൊരു ഇസ്ലാമിക കൾച്ചർ ആയതുകൊണ്ടാണ് ഖുത്ബയിൽ ഇത് പറയണത്. വെറുതെ പറയുന്ന ഒരു സംഗതിയല്ല. അള്ളാഹുവിനോട് ഹൃദയത്തിൽ നിന്ന് പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയണം. ഖുർആന്റെ ഒരു ആയത്ത് ഭയങ്കര അത്ഭുതമാണ്. വമാ തഹ്മിലു മിൻ ഉൻസാ വലാ തളഉ ഇല്ലാ ബിഇൽമി. നമ്മുടെ ഒരു ഭാര്യമാരും ഗർഭിണിയാകുന്നില്ല, അള്ളാന്റെ ആയത്താട്ടോ. നമ്മുടെ ഒരു ഭാര്യയും പ്രസവിക്കുന്നില്ല അള്ളാന്റെ തീരുമാനപ്രകാരല്ലാതെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുട്ടി ഉണ്ടായി, വിശേഷം ഉണ്ടായി, പോസിറ്റീവായി എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിച്ച് നൽകുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് നമ്മൾ ആദ്യമായി പറയാ, ഓർമ്മ വരുമ്പോഴെങ്കിലും പറയാ. രണ്ടാമത്തേത് കഴിയുമെങ്കിൽ ഒന്നുകിൽ ഹംദ് പറയാ, അല്ലെങ്കിൽ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു കാര്യമുണ്ട്. നന്ദിയുടെ ഏറ്റവും നല്ല ഭാവമാണ്. പറ്റുന്നവർ അതും ചെയ്യാവുന്നതാണ്. കാന ഇദാ ആതാഹു അംറുൻ യസുറുഹു, പ്രവാചകന് സന്തോഷമുള്ള ഒരു വാർത്ത കേട്ടാൽ, ഔ യുസറു ബിഹി, അല്ലെങ്കിൽ പ്രവാചകനോട് ആരെങ്കിലും സന്തോഷമുള്ള ഒരു വർത്തമാനം പ്രവാചകനോട് പറഞ്ഞാൽ, ഖർറ സാജിദൻ ശുക്രൻ ലില്ലാഹി തബാറക വ തആല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുക്രിന്റെ സുജൂദയും. സഹോദരങ്ങൾ, എന്താ ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അറിയോ? നന്ദിയുടെ സുജൂദ്. പടച്ചോനോട്, അല്ലാഹുവേ നീ എനിക്ക് ഈ അനുഗ്രഹം നൽകിയത് നിന്നോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാണ് എന്നതിന്റെ സുജൂദ്. ആ സുജൂദ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും പറയാൻ, വുളൂ ആവശ്യമില്ല, ചെയ്താൽ കുഴപ്പമില്ല. ഖിബില നിർബന്ധമില്ല, നേരെയാകുന്നത് നല്ലതാണെന്ന് മാത്രം. തക്ബീർ ആവശ്യമില്ല ശുക്രിന്റെ സുജൂദിന്. പിന്നെ എന്തു വേണം? നമ്മൾ സന്തോഷ വർത്തമാനം കേട്ടു, ഖിബിലക്ക് നേരെ ഓർമ്മയുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ, അല്ലെങ്കിൽ അതിനു വേണ്ടി അന്വേഷിക്കണമെന്നില്ല. നമ്മൾ നേരെ സുജൂദിലേക്ക് പോവുക. സുജൂദിൽ നമ്മൾ സാധാരണ തേടുന്ന ഏതു പ്രാർത്ഥനയും തേടാം. സുബ്ഹാൻ റബ്ബിയൽ അലീന്നോ, സുബ്ഹാൻ റബ്ബിയൽ അഅലാന്നോ, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് എന്തും ചൊല്ലുക. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുക. സലാമില്ല, അല്ലാഹു അക്ബറുമില്ല. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ശുക്രിന്റെ സുജൂദ് എന്തിനാ പഠിപ്പിച്ചതെന്നറിയോ? നമ്മൾ ആശുപത്രിയിലാണ്, സുജൂദ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളവിടെ സുജൂദ് ചെയ്യാനാണ്. നമ്മൾ പള്ളിക്കന്നാണ്, നമ്മൾ ജോലി സ്ഥലത്തു നിന്നാണ്. പറ്റുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പടച്ചോനോട് അൽഹംദുലില്ലാ എന്ന് പറയുകയോ ശുക്രിന്റെ സുജൂദ് ചെയ്യുകയോ ചെയ്യുക. ഇതെന്തിനാ നമ്മളിവിടെ പറഞ്ഞത്? സഹോദരങ്ങളെ, നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു കാലം കഴിഞ്ഞിട്ടുണ്ടാവും, ആ സമയത്ത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മക്കൾ ഇപ്പൊ ഉണ്ടാവും. അവർക്ക് ജീവിതത്തിൽ ഗർഭധാരണം ഉണ്ടാകുമ്പം നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കും അറിയണം. സഹോദരങ്ങളെ, നല്ലവരായ യുവാക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും കഴിയുമെങ്കിൽ ശുക്രിന്റെ സുജൂദുകൾ ചെയ്യുന്ന ആളുകളായി മാറുകയും ചെയ്യണം. കാരണം നമുക്കെല്ലാവർക്കും കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ അവനാന്റെ വീട് വിറ്റിട്ടും പറമ്പ് വിറ്റിട്ടും കിഡ്നി വിറ്റിട്ട് വരെ, ഞാൻ ഒരു മകനെ കിട്ടുകയാണെങ്കിൽ അതിന് വരെ പൈസ കൊടുക്കാൻ തയ്യാറായ 10,000-കണക്കിന് മനുഷ്യന്മാർക്കടിയിലാണ് പടച്ചോൻ നമുക്ക് കുട്ടിനെ തന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമുക്ക് പരിചയമുള്ള എത്ര ഗൈനക്കോളജിസ്റ്റുമാരുണ്ട്. നാട്ടിലെ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ മരുന്ന് പറഞ്ഞു കൊടുക്കണേ, ഭക്ഷണം പറഞ്ഞു കൊടുക്കണേ, വ്യായാമം പറഞ്ഞു കൊടുക്കണേ. എത്ര ഗൈനക്കോളജിസ്റ്റുമാർ. സഹോദരങ്ങളെ, അവർക്ക് മക്കളില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? പടച്ചോനാണ് തരണത്. അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് ഉണ്ടാകണം. ശാരീരിക ബന്ധം നടന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രം കിട്ടൂലല്ലോ സഹോദരങ്ങളെ. എത്രയോ ഗൈനക്കോളജിസ്റ്റിന്റെ കൂടെയുള്ള നേഴ്സുമാരെ കണ്ടിട്ടില്ലേ? ഒരു കൊല്ലത്തിൽ 50-60 കുട്ടികളാണ് അവരെടുക്കുക. പൊക്കിൽ കൂടി അവരാണ് കട്ട് ചെയ്യുക. കുട്ടിന്റെ ദേഹത്തുള്ള ലോഷന് പോലെ അവരാണ് തുടക്കുക. എന്നിട്ട് ഉമ്മാന്റെ കയ്യിൽ അവരാണ് കൊടുക്കുക. ബാപ്പ എവിടെയെന്ന് ചോദിച്ചിട്ട് അവരാണ് വരിക. സഹോദരങ്ങൾ, ഇന്ന് വരെ കുട്ടികളില്ലാത്ത എത്രയോ നേഴ്സുമാരുണ്ട്. അവർ ജീവിതത്തിൽ ഒരു വർഷത്തിൽ 100-150 കുട്ടികളെയാണ് അവർ പ്രസവത്തിന്റെ ഭാഗമായി എടുക്കുന്നത്. നമുക്ക് അല്ലാഹു ജീവിതത്തിൽ ഔദാര്യമായി തന്നതാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടിയുണ്ടായി, നമ്മുടെ കുട്ടികൾക്ക് അവർ ഗർഭിണിയായി എന്നറിയുമ്പം പടച്ചോനെ സ്തുതിക്കണം. പറ്റുമെങ്കിൽ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി മനസ്സിലേക്ക് വരേണ്ടത്. കൂടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ സഹോദരങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും പടച്ചോനോട് തേടുന്നത് എന്താണ്? ഈ ദുനിയാവിൽ അല്ലാഹുവേ എല്ലാ കാര്യത്തിലും ഖൈർ നൽകണമേ എന്നല്ലേ സഹോദരങ്ങളെ? എങ്കിൽ നമ്മൾക്ക് അല്ലാഹു മക്കളെ തരുമ്പോഴും പടച്ചോന്റെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ, ഹുവല്ലദീ, പടച്ചോനാണ്, യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ പെങ്ങളുടെ ഗർഭാശയത്തിൽ എങ്ങനത്തെ ഒരു കുട്ടിയാണ്, ഏത് സമയത്താണ് പ്രസവിക്കേണ്ടത്, എപ്പോഴാണ് പുറത്തു വരേണ്ടത് എന്ന് അള്ളവരൻ ഞാൻ തീരുമാനിക്കുന്ന പ്രകാരമാണ്. പടച്ചോൻ തീരുമാനിക്കുന്ന പ്രകാരമാണ്. ലാ ഇലാഹ ഇല്ലാഹുൽ അസീസുൽ ഹക്കീം, അള്ളാഹു പ്രതാപശാലി യുക്തിജ്ഞാനമാണ്. ഇത് പറയുന്ന അർത്ഥം എന്താണ് സഹോദരങ്ങളെ? നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കുട്ടിനെ കിട്ടും, ചിലപ്പോൾ വൈകിട്ടാകും. ചിലപ്പോൾ ഇപ്പോൾ വേണമോ എന്ന് നമ്മൾ ശങ്കിക്കുമ്പോൾ അള്ളാഹു ഒരു കുട്ടിനെ തരും. ചിലപ്പോൾ ഇനി ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അള്ളാഹു പെൺകുട്ടി ആഗ്രഹിക്കുമ്പോൾ ആൺകുട്ടിനെ തരും. ഇത് അള്ളാഹിന്റെ തീരുമാനാട്ടോ. ഈ തീരുമാനം അള്ള എടുക്കുന്നത്, ഇത് മനസ്സിലേക്ക് വരണം, ഈ തീരുമാനം അള്ള എടുക്കുന്നത് 2 കൊല്ലത്തിന് വേണ്ടിയിട്ടല്ല, അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല. ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് ഖൈറായ തീരുമാനം മാത്രമേ ഏത് വിഷയത്തിലെയും പോലെ മക്കളുടെ വിഷയത്തിലും അള്ള എടുക്കുള്ളൂ. ഞാൻ വീണ്ടും വാക്ക് പറയട്ടോ, ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് ഖൈറായത് മാത്രമേ വിശ്വാസിയുടെ ജീവിതത്തിൽ, പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ ജീവിതത്തിൽ അള്ള മക്കളുടെ വിഷയത്തിലും തരുള്ളൂ. സഹോദരങ്ങളെ, നമ്മളെ ഭാര്യ ഗർഭിണിയാവുമ്പം
അള്ളാഹ്ക്കറിയാം നമ്മളെ ഭാര്യക്ക് ജോലി ഉണ്ട്. ഞാൻ പറഞ്ഞത് ബുദ്ധിയുള്ളവർ മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ഭാര്യക്ക് ജോലി ഉണ്ട് എന്ന് അറിയണ അള്ളയാണ് ആ ജോലിക്ക് പോകാൻ 6 മാസമാകുമ്പോ ഗർഭിണിയാക്കുന്നത്. അള്ളാഹ്ക്കറിന്റെ ഭാര്യക്ക് ജോലി ഉണ്ട്. എന്റെ ഒന്നാമത്തെ കുട്ടിക്ക് 1.25 ആയിട്ടുള്ളൂ എന്ന് അറിയണ പടച്ചോനാണ് ആ സമയത്ത് നമുക്ക് രണ്ടാമത്തെ കുട്ടിനെ തരുന്നത്. അറിയാത്ത പടച്ചോനല്ല, അറിയണ പടച്ചോനാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്, എന്റെ ആഗ്രഹം 3ാമതൊരു പെൺകുട്ടിയാണ് എന്ന് അറിയണ അള്ളയാണ് 3ാമതൊരു ആൺകുട്ടിനെ തരുന്നത്. അറിയാത്ത അള്ളയല്ല. അതുകൊണ്ട് ആ ഖുർആൻ അള്ള എന്ത് പറഞ്ഞതെന്നറിയോ? പടച്ചോൻ പറഞ്ഞത് വഹുവ യഅലം വല്ലാഹു യഅലം വഅൻതും ലാ തഅലമൂൻ. അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്കാണ് നമ്മക്കാണ് അറിയാത്തത്. എന്താ നമ്മക്കറിയാത്തത് അറിയോ? നമ്മുടെ കേരളത്തിലാണ്, അല്ല കേരളത്തിൽ ജീവിച്ച ആളുകളാണ് 2 അപകടങ്ങൾ നമ്മൾ കണ്ടു. ഒരു കുടുംബത്തിലെ 4 കുട്ടികളും 5 കുട്ടികൾ മരിച്ചു. മറ്റൊരു കുടുംബത്തിൽ 4 കുട്ടികളുള്ളത്, 3 കുട്ടികൾ മരിച്ചു. ഒരു കുട്ടിയാ ബാക്കിയായത്. സഹോദരങ്ങളെ, എത്രയോ കുടുംബത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ എങ്ങനെ അവരെ പോറ്റുക, എങ്ങനെ വളർത്തുക. ഇത്ര പെട്ടെന്നായാൽ ആ കുട്ടിയിൽ നിന്നാകും പടച്ചോൻ ആ കുടുംബത്തിന്റെ അത്താണിയെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ താഴെ വരുന്നതോ മുന്നിൽ വരുന്നയോ കുട്ടികൾ ഒരു അപകടത്തിൽ മരിക്കുമെന്ന് പടച്ചോൻ അറിയാം. അതുകൊണ്ടായിരിക്കും പടച്ചോൻ നമുക്ക് തന്നത്. ഒരു വേള നമുക്ക് അസുഖം വരുമ്പം താങ്ങായി നിൽക്കാനുള്ള മനസ്സ് നമ്മൾ പ്രതീക്ഷിക്കാതെ അള്ള തരുന്ന കുട്ടിയിലാകാം. പടച്ചോൻ നമുക്കത് പറഞ്ഞുതരാണ് ഖുർആനിൽ. അള്ള നമുക്കിത് പറഞ്ഞുതരാൻ. എന്റെ മലയാളം മാത്രല്ല, അള്ള പറയാൻ ഏത് മക്കളിൽ നിന്നാണ് ഈ ലോകത്തും പരലോകത്തും ഖൈറുണ്ടാകുക എന്ന് പടച്ചോനെ അറിയുള്ളൂ, നമ്മക്കറിയില്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു ബോധ്യമാണ്, ഖലായിലുള്ള വിശ്വാസാണ്. നമുക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു എന്ന് നമ്മുടെ മനസ്സിൽ മെഡിക്കൽ നമ്മളോട് പറയുകയാണെങ്കിൽ, പോസിറ്റീവ് ആകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തേ ഇപ്പത് ഇങ്ങനെ ഇപ്പൊ വേണോ എന്നത് സഹോദരങ്ങളെ ഉണ്ടാകരുത്. പടച്ചോൻ നമുക്ക് തരുന്നത് നമ്മുടെ ഭാവിയും നമ്മുടെ സ്വർഗവും കണ്ടിട്ടാണ്. അല്ലാഹുൽ ഖൈർ വിചാരിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് മനസ്സിലാകും. ഖുർആന്റെ ആയത്ത് പോലെ അസാ അൻ തക്റഹു ശൈഅൻ വയജ്അലുല്ലാഹു ഫീ ഖൈറൻ കതീറ. നമുക്കിപ്പം ഇടങ്ങേറാന്ന് തോന്നും, ഭാവിയിൽ അതിലൊരുപാട് നന്മകൾ അള്ള വെച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടും. ചിലപ്പോ എന്താ പറയോ, ഇല്ല മക്കളൊക്കെ കാനഡയ്ക്കും ഗൾഫിക്കും ദുബായിക്കും പോകുമ്പം അവസാനം നമ്മൾ നിർത്തിന്ന് വിചാരിച്ച സമയത്ത് അള്ളൊന്ന് കുട്ടി ഉണ്ടാവല്ലോ, ആ കുട്ടി മാത്രമേ പെരിയിലുണ്ടാവുള്ളൂ. അന്ന് 14 കൊല്ലം കഴിഞ്ഞിട്ട് 24 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാന്റെ നെഞ്ചത്തിന് തടവിട്ടെ, പടച്ചോനെ അൽഹംദുലില്ലാ നാഥ ഈ കുട്ടിയെ ഇപ്പൊ അവസാനം ഉണ്ടായിട്ടുള്ളൂ, ഞാനെങ്ങാനും അന്ന് പടച്ചോനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കൂടി ഉണ്ടാവൂല. സഹോദരൻ, അതുകൊണ്ട് പടച്ചോനോട് നന്ദി പറയാ, ശുക്രിന്റെ സുജൂദ് ചെയ്യാ. അള്ള തന്നതിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കാൻ, ഉമ്മമാരെ പെൺകുട്ടികളെ, അള്ള തന്നതിൽ പൂർണ്ണ തൃപ്തി ഉണ്ടാവുക. ഖൈറേ അള്ള തരുള്ളൂ. പിന്നീട് നമ്മൾക്ക് മനസ്സിലായാലും ഇവിടെ കൂട്ടിച്ചേർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നത് സോങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു സഹോദരി, ഒരു ഉമ്മ, ഒരു പെങ്ങൾ ആരെയിക്കോട്ടെ ഗർഭിണിയാണെങ്കിൽ 5ൽ 1 സ്ത്രീക്ക്, പുരുഷന്മാർ പ്രത്യേകിച്ചറിയാം, 5ൽ 1 സ്ത്രീക്ക് അങ്ങേയറ്റത്തെ മാനസികമായ വ്യതിചലനത്തിന് ചാൻസ് ഉള്ളതാണ് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ. 5 സ്ത്രീകളിൽ ഒരാൾക്ക്. അതുകൊണ്ടാണ് ഖുർആനിൽ വഹിനൻ അലാ വഹിൻ, ആ വാക്കിന്റെ അർത്ഥം മദ്രസീന്ന് പഠിച്ചോ നമ്മള്. വഹിൻ എന്ന് പറഞ്ഞത് അറിയോ? ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രയാസത്തിനാണ് വഹിൻ എന്ന് പറയാ. ഒരാൾ അടിച്ചു, അതിന് വഹിൻ എന്ന് പറയില്ല. ഒരാൾ കുത്തി, അതിന് വഹിൻ എന്ന് പറയില്ല അറബിയില്. വഹിൻ എന്ന് പറഞ്ഞറിയോ? നമുക്കിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. അള്ള പ്രയോജനറിയോ? വഹിനൻ അലാ വഹിൻ, ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ അങ്ങേയറ്റം വീണ്ടും ഇരട്ടിയാണ് ഗർഭാവസ്ഥയിൽ ഓരോ പെൺകുട്ടിയും ഓരോ ഉമ്മയും ഓരോ പെങ്ങളും അനുഭവിക്കുന്നത്. അവിടെ ആ ഗർഭാവസ്ഥയിലുള്ള സഹോദരി എന്തു ചെയ്യണം? അവരുടെ കൂടെയുള്ള ഭർത്താവും വീട്ടുകാരും ആങ്ങളമാരും എന്തു ചെയ്യണം എന്ന് ഖുർആനിൽ ഒറ്റ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഖുർആനിലുണ്ട് ഗർഭിണിയായ സഹോദരി എന്ത് ചെയ്യണം. കൂടെ നിൽക്കുന്ന ഭർത്താവും വീട്ടുകാരും ആങ്ങളമാരൊക്കെ എന്തു ചെയ്യണം? പരിശുദ്ധ ഖുർആൻ 26-ാമത്തെ ആയത്ത്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്കറിയാം, അള്ളാഹുവിന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായി അള്ളാഹു ഗർഭധാരണം കൊടുത്തു. ആ ഗർഭിണിയായ മറിയം ബീവിയുടെ അള്ള പറയാട്ടോ, ഗർഭിണിയായ മറിയം ബീവിയുടെ അള്ള പറയാൻ, ഫകുലി, മറിയമേ ഭക്ഷണം കഴിക്കണം കേട്ടോ. ഗർഭിണിയോട് അള്ള പറയാൻ, ഭക്ഷണം കഴിക്കണം കേട്ടോ. വശ്റബി, നന്നായി വെള്ളം കുടിക്കണം കേട്ടോ. വഖർരി ഐന, കൺകുളിർമയോടുകൂടി ഗർഭകാലഘട്ടത്ത് ജീവിക്കണം കേട്ടോ. സോള, ഇത് മോട്ടിവേഷൻ സ്പീക്കല്ല,
ഖുർആനിന്റെ ആയത്താണ്. അല്ല പറയാണ് ഗർഭിണിയായ മറിയം ബീവിയോട്, മറിയമേ ഗർഭിണിയാണ് നീ, പോഷകമുള്ള നല്ല ഭക്ഷണം കഴിക്കണം, ശരീരത്തിനാവശ്യമായ ശുദ്ധമായ വെള്ളം നീ കുടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയമിന് കൊണ്ടെടുക്കാൻ ആരുമില്ലല്ലോ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ല മറിയം ബീവിയോട് പറയട്ടോ, ഹുസ്സി ഇലൈകി ബിജിദിഇൻ നഖ്ല, ആ കാണുന്ന ഈത്തപ്പനയിൽ പോലെ ഈ മറിയമേ നീ കുൽക്കിക്കോ. തുസാഖിത് അലൈക റത്ബൻ ജനിയ, പാകമായ നിനക്കും കുട്ടിക്കും ശാരീരികമായി ഏറ്റവും ഫലഭൂയിഷ്ഠമായ ആരോഗ്യം നൽകുന്ന നല്ല കാരക്ക ഞാൻ നിനക്ക് നൽകാം. വെള്ളല്ലേ അവിടെ അല്ല പറയാൻ, ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, മറിയം താഴ്ഭാഗത്തിലൂടെ നിനക്ക് കുടിക്കാനുള്ള ശുദ്ധമായ വെള്ളം ഞാൻ ഒരുക്കിയിട്ടുണ്ട്, കുടിക്കണം മറിയമേ. എന്തിനാ പറഞ്ഞറിയോ? ഭർത്താക്കന്മാരെ, ഇന്റെ ഭാര്യ, നമ്മളെ പെങ്ങന്മാര് ഗർഭിണിയായാൽ അവർക്കും കുട്ടികൾക്കും അവർക്കും വളരുന്ന കുട്ടിക്കും കഴിക്കാനുള്ള പോഷകമുള്ള ഭക്ഷണവും വെള്ളവും കൊണ്ടുവന്ന് കൊടുക്കൽ പ്രത്യേകമായ സുന്നത്താണ്, പ്രത്യേകമായ പുണ്യമാണ്. ഏതൊക്കെ ഭക്ഷണമാണ് എന്റെ ഭാര്യക്ക് ഗർഭാവസ്ഥയിൽ പറ്റുക, കുട്ടിയുടെ വളർച്ചയ്ക്ക് നല്ലത് എന്ന് പഠിച്ച് മനസ്സിലാക്കി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ടി പണം ചെലവഴിക്കൽ ഇസ്ലാമികമായി പുണ്യകർമ്മമാണ്, എക്സ്ട്രാ പുണ്യകർമ്മമാണ്. സാധാരണ കുടുംബത്തിൽ ചെലവെടുക്കുന്നതിന് കൂലിണ്ട്, അതിന്റെ ഇരട്ടി കൂലിയാണ് ഗർഭിണിയായ ഭാര്യക്ക് ആവശ്യമായ പോഷകമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും കൊണ്ടുവന്ന് കൊടുക്കൽ. ഖുർആനിന്റെ ആയത്താ തെളിവ്. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ ഇത് ദീനാണ്, വെറുതെ ഒരു ശാസ്ത്രീയമായ ആരോഗ്യപരമായ കാര്യം മാത്രമല്ല, അത് നമ്മൾ ചെയ്യണം എന്നാണ്. മൂന്നാമത്തെ അല്ല എന്താ പറഞ്ഞറിയോ? ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എന്താ അള്ളാഹു ആ കൂട്ടത്തിൽ പറഞ്ഞറിയോ? ഭക്ഷണവും വെള്ളവും മാത്രം പോരാ, പിന്നെ എന്തു വേണം? കൺകുളിർമയുള്ള ഒരു ജീവിതം ഉണ്ടാകണം ഗർഭിണി. വഖർരി ഐന, സമാധാനവും സന്തോഷവും ഗർഭിണിയായ നമ്മുടെ ഭാര്യ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കണം. രണ്ട് കാര്യം. ഒന്ന്, ഗർഭാവസ്ഥയിലുള്ള ഓരോ സഹോദരിമാരും ഉമ്മമാരും ഇനി വീട്ടിലുള്ള സ്വന്തം മക്കളെ നോക്കാൻ പോണ അമ്മമാരും അറിയേണ്ട ഒരു കാര്യം, എല്ലാവരും നമ്മുടെ സഹോദരിമാരെ, നിങ്ങളുടെ വയറ്റിൽ ഒരു കുട്ടി വളർന്ന് 5-ാമത്തെ മാസമാകുമ്പോഴേക്കും ആ കുട്ടിയുടെ കേൾവി ശക്തി തുടങ്ങും. കേൾവി ശക്തി 6-ാമത്തെ മാസമാകുമ്പോഴേക്കും പുറത്തുനിന്നുള്ള കേൾവികൾ കേൾക്കാൻ തുടങ്ങും. മനസ്സിലാകണമെന്നില്ല, കേൾവി പുറത്തുനിന്ന് കേട്ടു തുടങ്ങും. അതുകൊണ്ടാണ് ഖുർആൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ. ഇന്ന സമഅ, ഒരാളുടെ കേൾവി, വൽ ബസറ, അതിനുശേഷം കാഴ്ച, വൽ ഫുആദ, കേൾവിക്കും കാഴ്ചക്കും അനുസൃതമായ ചിന്ത. ഖുർആന്റെ പ്രയോഗമാണത്. ആദ്യം പ്രവർത്തിക്ക പുറം ലോകവുമായി ബന്ധപ്പെട്ടിട്ട് കേൾവിയാണ്. എന്താ സഹോദരിമാരെ അറിയേണ്ടതെന്നറിയോ? പുറത്തുനിന്ന് 6-ാമത്തെ മാസം മുതൽ ഒരു കുട്ടി കേൾക്കുന്നത് ആ കുട്ടിയുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും സ്വാധീനിക്കും, പരിചിതമാകും ആ ശബ്ദം. അതുകൊണ്ടാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിച്ചു, കുട്ടിക്കറിയത് ഉമ്മയാണ് ഇല്ലല്ലോ, ഉമ്മാന്റെ ദേഹത്ത് എഴുതിയിട്ടില്ലല്ലോ, പക്ഷെ ആ ജനിച്ച കുട്ടിന്റെ ഇടയ്ക്കിലേക്ക് ആര് വന്നാലും ശബ്ദം കേട്ടാ കുട്ടിക്കാരും. ഉമ്മ വന്നാ കുട്ടിക്കരയൂല. എന്തേ കാരണം? 6-ാമത്തെ മാസം മുതൽ പ്രസവിക്കുന്നത് വരെ ഉമ്മയുടെ ശബ്ദം ഗർഭാവസ്ഥയിൽ കുട്ടി കേട്ടു പരിചിതമായ ശബ്ദമാണ്. ഒരു കുട്ടി, ഒരു വാപ്പിമ്മയും ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. വേറൊരു സ്ത്രീ ആ കുട്ടിയെ എടുത്ത് വളർത്തിയെന്ന് വെക്കുക, വേറെ സ്ത്രീ ആ കുട്ടിയെ എടുത്ത് വളർത്തിയെന്ന് വെക്കുക. ആ ശബ്ദം കേൾക്കുന്ന ആ സ്ത്രീയാണ് എടുത്തതെങ്കിൽ പോലും ആ കുട്ടിക്കരയും. കേട്ടു പരിചയമുള്ള ശബ്ദം ഉമ്മാന്റേതായിരിക്കും. അതുകൊണ്ടാണ് UK 2 ഗൈനക്കോളജ് ദമ്പതിമാർ നടത്തിയ വിഖ്യാതമായൊരു പഠനമുണ്ട്. ആ പഠനത്തിൽ അവർക്ക് 2-ാമത്തെ ഒരു കുട്ടി ഉണ്ടാകുകയാണ്. ആ കുട്ടി രണ്ടുപേരും ബിഷഗ്വരന്മാരാണ്. അവര് തീരുമാനമെടുത്തു പഠനത്തിന്റെ ഭാഗമായിട്ട്, 2-ാമത്തെ കുട്ടി ഗർഭിണിയാകുമ്പോൾ ഉമ്മ, ഡോക്ടറായ ഭാര്യ അധികം സംസാരിക്കാതിരിക്കുക, കാര്യങ്ങൾ മുഴുവൻ ഡോക്ടറായ ഉപ്പ, ഭർത്താവ് ഉറക്കെ സംസാരിക്കുക. 7 മാസം 8 മാസം 9 മാസം സംസാരിക്കുന്നത് മുഴുവൻ ഭർത്താവാണ്. ആ പഠനത്തിന്റെ അവസാനം ആ കുട്ടിയുടെ പ്രസവത്തിന് ശേഷം ഉമ്മയുടെ ശബ്ദം കേട്ടാൽ ആ കുട്ടി കരയും, അച്ഛന്റെ ശബ്ദം കേട്ടാൽ ആ കുട്ടി കരയൂല. കാരണം
പരിചിതമായ ശബ്ദം പുറത്തുനിന്ന് കേട്ടത് അച്ഛന്റേതാണ്. ഇതെന്തിനാ അവിടെ പറയണ അറിയോ? എന്തിനാ നിങ്ങൾ ഇവിടെ പറയണെന്ന് അറിയോ? നമ്മുടെ ഗർഭിണികളായ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും അറിയാൻ 6ാമത്തെ മാസം മുതൽ നമ്മുടെ കുട്ടികൾ കേൾക്ക് പരിചയിക്കേണ്ടത് അവരുടെ സ്വഭാവത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് താബിഈ പണ്ഡിതന്മാരിൽ, മദ്ഹബിന്റെ പണ്ഡിതന്മാരിൽ ഒരാൾ ഉമ്മയോട് ചോദിക്കുന്നുണ്ട്, ഉമ്മ എനിക്ക് സ്ഥലങ്ങൾ മറക്കും, ഈ മനപ്പാടാക്കണില്ലേ, സ്ഥലങ്ങൾ മറക്കും, ആൾക്കാരെ പേര് മറക്കും, അതേ മറവിൽ എനിക്ക് ഖുർആനും ഹദീസും പെട്ടെന്ന് ഹിഫ്ളാക്കാൻ കഴിയുന്നത് മറക്കണില്ല, എന്തുകൊണ്ടായിരിക്കും ഉമ്മ? ഉമ്മാന്റെ മറുപടി എന്താ അറിയോ? അല്ലാഹു അഅലം, പടച്ചോനെ അറിയുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഉമ്മാന്റെ മറുപടി, മോനെ നീ ഗർഭാവസ്ഥയിലാകുമ്പോഴാണ് ഉമ്മ ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതിയത്, ഉമ്മ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്ത് എന്റെ കുട്ടി ഗർഭാവസ്ഥയിലാകുമ്പോഴാണ്, ഉമ്മ ഏറ്റവും കൂടുതൽ ഇസ്ലാമികമായി വായിച്ചത് എന്റെ കുട്ടി ഗർഭാവസ്ഥയിലാകുമ്പോഴാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മദ്ഹബിന്റെ ഉയർന്ന പണ്ഡിതൻ പറഞ്ഞ വാക്കെന്തറിയോ? എനിക്ക് ബോധ്യപ്പെട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഖുർആനോട് ഹദീസിനോട് ഇഷ്ടം. സലഫു സ്വാലിഹീങ്ങൾ, സഹാബി വനിതകൾ, ഉമ്മമാരെ, പെങ്ങന്മാരെ ഗർഭാവസ്ഥയിൽ അവരേറ്റവും കൂടുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണം, ഇസ്ലാമികമായ ഗ്രന്ഥങ്ങൾ, ഇസ്ലാമികമായ പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് അവർ കേൾക്കും. എന്തിനറിയോ? ഒന്ന്, ഈമാനികമായി ഉയരുവാനും, 2, ഈ കേൾവിയും ഈ പഠനവും ഈ കേൾവിയുമൊക്കെ തന്റെ കുട്ടിയുടെ ജീവിതത്തിൽ സ്വഭാവത്തെ സ്വാധീനിക്കും, ദീനിനോട് ഇഷ്ടമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നാണ്. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ ഗർഭിണിയാകുമ്പോഴാണ് ഹിജറ നടക്കുന്നത്. ഖുബൈൽ വെച്ചിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ പ്രസവിക്കുന്നത്. ഗർഭിണിയാകുന്ന ഉമ്മ ഓരോ നടത്തത്തിലും ഖുർആൻ പാരായണവും പ്രവാചകനെ പറ്റിയുള്ള ചരിത്രവും ദീനിന്റെ കാര്യങ്ങളും പറഞ്ഞ് ഖുബൈൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജനിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം കണ്ട ഏറ്റവും വിഖ്യാതനായ പോരാളിയായി, ഭക്തനായി, തഖ്വയായി, അവസാനം ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ സഹാബിയായി മാറി. എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താ അറിയോ? ഇതെന്തിനങ്ങനെ പറയണറിയോ? നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു തെറ്റ് പറയാം. നമ്മളെ മകൾ 1ാമത്തെ പ്രസവത്തിനാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക. അതുവരെ ഞാൻ വീട്ടിൽ ടി വി ഇല്ലെങ്കിൽ അന്ന് മുതൽ ടി വി വാങ്ങിയിട്ട് മുന്നിക്കാണ് വെച്ചുകൊടുക്കും. 7ാം മാസം മുതൽ തുടങ്ങും സിനിമ കാണാൻ തുടങ്ങി. 1 മുതൽ 2, കാരണം പ്രത്യേകിച്ച് അനങ്ങാണ്ട, പുറത്തേക്ക് ഇറങ്ങണ്ട, ഭക്ഷണം കണ്ട് കിട്ടുന്നു, സിനിമ കണ്ട് സീരിയൽ കണ്ട് പുതിയ കാലഘട്ടത്തിൽ റീൽസ് കണ്ട് നിങ്ങൾ എന്താ അതിൽ കാണും? നിങ്ങൾ പറയും. എന്റെ ഭാര്യ ഗർഭിണിയായി കട്ടിൽ കിടക്കുമ്പോൾ 6ാമത്തെയും 7ാമത്തെയും മാസം മുതൽ ഗർഭാശയിൽ വെച്ച് എന്റെ കുട്ടി കേൾക്കണത് എന്താ? സിനിമാ ഡയലോഗ്, അതിൽ വരുന്ന തെറി, അതിൽ വരുന്ന തോന്നിയാസം, അതിൽ വരുന്ന അസഭ്യങ്ങള്, സകല വൃത്തികേടും ഞാൻ കേൾക്കുന്നത് പോലെ എന്റെ കുട്ടിക്കും അത് കേൾവി തുടങ്ങുന്നെങ്കിൽ ആ കുട്ടി പ്രസവത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ ആ കുട്ടി ഇവിടെ സിനിമകളെന്ന് ചോദിച്ചില്ലെങ്കിൽ അതിനേക്കാൾ പോലെ അത്ഭുതമുണ്ടോ? എല്ലാ തോന്നിയാസവും പ്രസവ സമയത്ത്, കോസ്മെറ്റിക്കിന്റെ മുഴുവൻ സാധനങ്ങളും കാണുന്നത് ആ സമയത്ത്, എല്ലാ സിനിമാ പാട്ടും കേൾക്കുന്നത് ആ സമയത്ത്. ഞാൻ ആക്ഷേപിക്കല്ല, തിരിച്ചു വരണം. നമ്മൾ ഏറ്റവും കൂടുതൽ, സഹോദരിമാരെ, നിങ്ങൾ ഗർഭിണിയാകുന്ന സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പടച്ചോണ്ട് പ്രാർത്ഥിക്കേണ്ടത്, എല്ലാ നിലയിലും പ്രാർത്ഥിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് സ്വന്തം കുട്ടിക്ക് ദീനിനോട് ഇഷ്ടമുണ്ടാകണം, ഖുർആനോട് ഇഷ്ടമുണ്ടാകണം, നബിനോട് ഇഷ്ടമുണ്ടാകണം. നമ്മുടെ വായനയും പഠനവും യൂട്യൂബിൽ ദീനിയായ തൗഹീദിന്റെ ദീനിന്റെ പ്രസംഗങ്ങൾ കേൾക്കുക, മക്കളും കേൾക്കട്ടെ. ഈ ഒരു ചര്യ ദീനാണ്. നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷകരമാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന, ദീൻ അനുവദിക്കുന്ന ഏത് കാര്യങ്ങളും ഭർത്താക്കന്മാരെ ചെയ്തു കൊടുക്കണം. ഇതിന്റെ കൂടെ പറയേണ്ട കാര്യമാണ്. ഞാൻ എന്തെന്ന് പറയുന്നു വെച്ചാൽ, ഈ കാര്യത്തെ പറ്റി നമുക്ക് ബോധമില്ലാതെ എല്ലാ ഹറാമുകളും ആ സമയത്ത് കാണുന്ന ഒരു പ്രകൃതം ഉണ്ടാകുന്നു. കൂടെ ഒരു കാര്യം, നമ്മുടെ ഗർഭിണിയായ നമ്മുടെ വീട്ടിലെ ഭാര്യയാകട്ടെ, പെങ്ങളാകട്ടെ, മകളാകട്ടെ, അവർക്ക് ആ സമയത്തുണ്ടാകുന്ന, ഈ വാചകം മറക്കരുത് കേട്ടോ, ആ സമയത്തുണ്ടാകുന്ന മാനസികമായ വിഷാദങ്ങൾ, സ്ട്രെസ്സുകൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, അതിന്റെ ഒരു ഭാഗം വയറിലുള്ള കുട്ടിയുടെ സ്വഭാവത്തെ 100% ക്രമീകരിക്കുന്നതിൽ ഭാഗമാണ്. നമ്മൾ തിരിച്ചറിയണം, ശരിക്കറിയണം. ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട്, ഒരു ഉമ്മയോട്, ഒരു പെങ്ങളോട് ഒരു കാരണവശാലും മാനസികമായി ടെൻഷനാകുന്ന ഒരു കാര്യവും നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുത്. അതാ സ്ത്രീയെ ബഹുമാനിക്കുക മാത്രമല്ല, മറിച്ച്
ആ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ പൂർണ്ണമായും അത് ബാധിക്കുമെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. എന്താ വീട്ടിൽ നടക്കുന്നറിയോ? സങ്കടത്തോടാണ് ഞങ്ങളെ പറയുന്നത്. ഗർഭിണിയായ ഭാര്യയോട് ഭർത്താവ് കച്ചറുണ്ടാക്കും. ആ വീട്ടിൽ ചിലരെങ്കിലും, എല്ലാവരും അല്ല, ചിലരെങ്കിലും, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ് പ്രസവത്തിന്റെ വേദനകളുണ്ട്. ചിലർക്ക് വേദന ഉണ്ടാവും, ചിലർക്ക് വേദന ഉണ്ടാവില്ല, ചിലർക്ക് ഛർദിൽ ഉണ്ടാവും, ചിലർക്ക് ഛർദിൽ ഉണ്ടാവില്ല, ചിലർക്ക് ഭർത്താവിന്റെ വാസന വരെ അലോസരമാകും. അത് അള്ളാഹു വെച്ചതാണ്. യുദ്ധത്തിന് പോലും അള്ളാഹ് വഹ്ന് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അറിയണം, ബദർ യുദ്ധത്തിനെ പറ്റി അള്ളാഹ് പ്രയാസത്തിന്റെ മേൽ പ്രയാസം എന്ന് പറഞ്ഞിട്ടില്ല. യുദ്ധത്തിന് പറയാത്ത വാക്കാണ് പ്രസവത്തിന് പറഞ്ഞത്. പ്രസവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും നമുക്കറിയില്ലേ, അന്ന് മുതൽ ഊരവേദന തുടങ്ങിയ സഹോദരിമാരുണ്ടോ, മരിക്കും വരെ അത് മാറൂല. അന്ന് കയറിയ പ്രഷറും ഷുഗറാണ്, ഇന്ന് വരെ എത്ര ഗുളി കുടിച്ചാലും മാറൂല. അതെന്റെ പ്രസവം അത്രയും പ്രധാനമാണ്. ശരീരത്തിൽ അത്രയും ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ സമയത്ത് നമ്മുടെ പെങ്ങളും നമ്മുടെ ഉമ്മയും നമ്മുടെ വീട്ടിലെ ആൾക്കാരും ഗർഭിണിയാണ് സമയത്ത് ഓരോരുത്തർ എന്നിട്ട് ഇത് എന്ത് ജാതി പ്രസവം, ഞങ്ങളൊക്കെ എത്ര കാണും പെട്ടുകിണ്, എന്തൊരു ഛർദി അത്. ആര് ഗർഭിണിയോട് പറയണേ എന്തൊരു ഛർദി അത്, ഇങ്ങനെ കാലുമക്കാലേറ്റ് കടക്കാന്നല്ലാതെ. ഇതും പെണ്ണെന്നേക്കാരല്ലേ, ഇതും കറുപ്പന്നേക്കാരല്ലേ. ഇതൊരു മനുഷ്യനുണ്ടാക്കുന്ന മാനസികമായ പ്രഷർ എന്താണ്? ആ പ്രഷറിന്റെ ഭാഗമാണ്. അറിയോ നിങ്ങൾക്ക്? കേരളത്തിൽ ജനിച്ചു വീഴുന്ന മക്കൾ, നിങ്ങൾ ഓരോ ചൈൽഡ് സൈക്കോളജി കഴിഞ്ഞ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയ ആൾക്കാരോട് ചോദിച്ചോക്കൊണ്ടി, ഓരോ സ്കൂളുകളിലും കുട്ടികളുണ്ടാകും. ആ കുട്ടികൾക്ക് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ സ്വഭാവ വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ ആദ്യം ബാപ്പാനിമാരെ വിളിച്ചിട്ട് എന്തോ അറിയോ, ഗർഭകാലഘട്ടത്ത് ഗർഭിണിയാകുമ്പോ മനസ്സിന് പ്രയാസമുണ്ടാകുന്ന എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നോ? എന്തേ കാരണം അറിയോ? ഗർഭകാലഘട്ടത്ത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് പ്രയാസമുണ്ടാകുന്നത് ഗർഭാവസ്ഥയിലുള്ള കുട്ടിയെ സ്വഭാവപരമായി ബാധിക്കും. ഇത് ബാപ്പാര് അറിയണം. ചില ആൾക്കാർ ആ സമയത്ത് പോയിട്ട് രണ്ടാം കെട്ട് ഇട്ടുക, കാരണം തെരഞ്ഞെടുക്കാൻ ആളുണ്ടാവില്ല, അവിടെ കിടക്കണല്ലോ. ആ സമയത്ത് പോയണ്ടേ, കാരണം തെരഞ്ഞെടുക്കാൻ ആളില്ല, പോയി നോക്കാൻ ആളില്ല. എന്നിട്ട് പിന്നെ കഴിയുമ്പോഴേക്കും 8ാം മാസം ആകുമ്പോഴേക്കും ഇത് അറിയും. പിന്നെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രെസ് ഉള്ള കാലഘട്ടത്താണ് ആ കുട്ടി പ്രസവിക്കുക. ആ കുട്ടി നമ്മളെ സ്വഭാവപരമായി വൈകല്യത്തിൽ പോകും. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും, ആൻസൈറ്റി വരും. എല്ലാ അസുഖങ്ങളുടെയും ഭാഗമാണ് ഇത്. നമുക്ക് തിരിച്ചറിയാന്നുള്ളത് ദീനിന്റെ മര്യാദയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസികളായ ഓരോരുത്തരോടും ആ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മൾ മുസ്ലിമാണെങ്കിൽ അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മൾ മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അതുകൊണ്ട് ലാ യുദ്ലമുഹു വലാ യുസ്ലിമുഹു, അവൻ ഉപദ്രവിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള ഗർഭിണിയായ ആരായിക്കോട്ടെ, അവർക്ക് മാനസികമായ പ്രയാസമുണ്ടാക്കുന്ന, ദുഃഖമുണ്ടാക്കുന്ന, ആ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് സ്വഭാവ വൈകല്യത്തിന് കാരണമാകുന്ന ഒരു സമീപനവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ സഹോദരിമാരെ, നിങ്ങൾ കിടക്കുന്ന സമയത്ത് പടച്ചോൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ദിക്റുകളായി, ഖുർആൻ പാരായണമായി, അദ്കാറുകളായി, ഇസ്ലാമിക പ്രബോധനങ്ങളായി കേൾക്കുകയും അതുവഴി സ്വന്തം മക്കൾക്ക് ദീനിയായ ഒരു അവബോധം ജനിക്കുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നതിന്റെ ഭാഗമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് നിർത്തുകയാണ്. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവുക. ഒന്നാമത്തത്, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഒരു മാമൂലും ഒരു അന്ധവിശ്വാസവും ഉണ്ടാകരുത്. മാമൂല് എന്ന് പറഞ്ഞത് സാധാരണ കോമൺ ചെയ്യുന്ന ഒരു കാര്യം ഒന്നാകെ ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു സംഗതി ആക്കരുത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മകള്, മനസ്സിലാകുന്നതിന് വേണ്ടി നാട്ടു ഭാഷ പറയട്ടെ, നമ്മളൊരു മകള് പ്രസവിക്കാൻ ആയി, ഒന്നാമത്തതാകട്ടെ രണ്ടാമത്തത് എവിടെ ആയിക്കോട്ടെ, ആ സഹോദരിക്ക് എവിടെയാണോ കംഫേർട്ട്, പ്രസവത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എവിടെയാണോ ഉചിതം, ആ സ്ഥലം അനുവദിച്ചു കൊടുക്കുക എന്നതാണ് നന്മ. അത് ഒന്നാമത്തെ പ്രസവമാകുമ്പോൾ ഓളോട് തന്നെ പ്രസവിക്കണം എന്ന് ദീനിന്റെ നിയമമൊന്നല്ല. അവിടെയാണ് നല്ലതെങ്കിൽ അവൾക്ക് പറഞ്ഞേക്കാം. അല്ല, അവിടെ പോയിട്ട് പറയണം, ഇക്കാക്ക അവിടെ സുഖമല്ല, നമുക്ക് ഇങ്ങോട്ട് തന്നെ വരും, ഇങ്ങോട്ട് തന്നെ ആക്കാം. അത് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴുണ്ടെങ്കിൽ അത് നിർത്തണം. അന്നിങ്ങനെ ഒരു വെള്ളിയൊക്കെ ഇതാക്കിയിട്ട് അവിടുന്ന് എല്ലാവരും പാടെ വന്ന് വെള്ളം നെട്ടാണ്ട് കൊണ്ടുപോകുക, ഇതൊക്കെ പൂർണ്ണമായും തെറ്റാട്ട്. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. ഞാൻ ഈ അടുത്ത് ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു, 101 അച്ചപ്പം, 101 നുറുക്ക്, എന്തേ പ്രസവിക്കാനായ പെണ്ണിനെ കാണാൻ വേണ്ടി വന്നാണ്. ഒരൊറ്റ സാധനം ഈ സാധുവിന് തിന്നാൻ കഴിയില്ല.
നമ്മൾ അഥവാ സന്ദർശിക്കാൻ പോകുമ്പോൾ തന്നെ സന്ദർശിക്കണം. കാരണം അവർക്കൊരു സമാധാനമാണ്, പ്രാർത്ഥിച്ച് സന്തോഷിച്ച്. നേരത്തെ പറഞ്ഞ പോലെ അവർക്കും കുട്ടികൾക്ക് ഉപകാരമുള്ള ഭക്ഷണം കൊണ്ടുപോയാൽ പടച്ചോന്റെ ഒരു കൂലി ഉണ്ടാവും. മാമൂലിന് മോശല്ലേ, ഓലിപ്പോ എന്താ പറയാ, നമ്മൾ പോകണ്ടേ, ഇങ്ങനത്തെ കുറെ മാമൂലിന്റെ പേരിൽ എന്താ സംഭവിക്കാറിയോ? കഴിക്കാനോ കഴിച്ചാൽ തന്നെ ആ കുട്ടിക്ക് കേടുള്ള ഭക്ഷണ സാധനങ്ങളും പിന്നെ പൈസന്റെ മുകളിൽ പൈസയും ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ട് മാമൂലുകൾ ഒഴിവാക്കുക. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ആവശ്യം നാം വിശദീകരിച്ച് പറയാം. രണ്ടാമത്തെ ഒരു സംഗതി, ചികിത്സിക്ക വിശദമായി പറഞ്ഞേട്ടോ. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയുന്നു. നാട്ടിൽ നിന്ന് കുറെ അഭിപ്രായം കേൾക്കും. വാപ്പാരോടും വേണം പറയണം, വീട് വാങ്ങിയാൽ നമുക്ക് എന്താ അറിയോ, പറ്റിയില്ലെങ്കിൽ തിരിച്ച് ശരിയാക്കാം. വണ്ടി വാങ്ങിയാൽ തിരിച്ചിട്ട് ശരിയാക്കാം. നമ്മൾ അപ്പോഴത്തെ ഒരു ബുദ്ധിയും വികാരവും രണ്ടാൾക്കാർ പറഞ്ഞു കേട്ടിട്ട് നമ്മളൊരു തീരുമാനം എടുത്ത്, ചികിത്സന്റെ പേരിൽ ഒരു തീരുമാനം എടുത്തിട്ട് അത് അബദ്ധമായാൽ നമുക്ക് മാത്രമല്ല കേട്, നമ്മുടെ ഒരു തെറ്റായ തീരുമാനം കൊണ്ട് ഒരു കുട്ടിന്റെ ബുദ്ധിവികാസത്തിന് പ്രശ്നം വന്നാൽ, കണ്ണിന് പ്രശ്നം വന്നാൽ, കാടിന് പ്രശ്നം വന്നാൽ, ആ കുട്ടി അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം കൽപ്പിച്ചു കൂട്ടിയിട്ടാണ് തീരുമാനിച്ചെങ്കിൽ പടച്ചോന്റെ ഒക്കെ ഉറ്റുണ്ടാവും. ബാപ്പിയാണെങ്കിൽ ഉമ്മാനുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതെന്തിനാ പറഞ്ഞറിയോ? ആരെങ്കിലും വന്നിട്ട് പറയും, ഡോക്ടർമാരങ്ങനെ പലതും എഴുതും, ഞമ്മക്കതൊന്നും വാങ്ങണ്ട, നമ്മൾ അനാട്ടമി പഠിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ഇന്ന് വരെ ഒരു ഗൈനക്കോളജിസ്റ്റും പഠിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് ഏതെങ്കിലും യൂട്യൂബിൽ നിന്ന് രണ്ടാൾക്കാർ ഇങ്ങനെ പറയും, ഈ മരുന്ന് കുടിച്ചാൽ ക്യാൻസർ വരും, ഈ മരുന്ന് കുടിച്ചാൽ ഗർഭാലസും. നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. സോ അങ്ങനെ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ വിശ്വജ്ഞന്മാരോട് ഡോക്ടർമാരോട് ചോദിക്കുക. ഡോക്ടർമാർ ചിലപ്പോൾ എഴുത്തേര് എന്തിനേക്കാരറിയോ? കാൽസ്യക്കുറവുണ്ടാവും, അതിനേക്കാൾ എഴുത്തേര്. നമുക്കറിയോ? എല്ലിന് ചിലപ്പം പ്രസവിക്കുന്ന സമയത്ത് എല്ലിന് ബലമുണ്ടാകാനുള്ള സാധനമായിരിക്കും എഴുത്തരുക. അത് നമ്മൾ വാങ്ങണം, കഴിക്കണം, ആവശ്യമുണ്ടെങ്കിൽ കഴിക്കണം. അത് നമ്മളെ ബുദ്ധിയും വെച്ചത് പറ്റൂല അവസാനം കുട്ടിക്ക്. ഞാനിത് വൈകാരികമായിട്ട് പറഞ്ഞെന്തറിയോ, എനിക്ക് പരിചയമുള്ള കുടുംബത്തിൽ എത്രന്നറിയോ, സ്കാനിങ് പറ്റൂല, എന്നിട്ട് സ്കാനിങ് ചെയ്തില്ല, ഇരട്ടക്കുട്ടിയായിരുന്നു. ഇരട്ടക്കുട്ടി സ്കാനിങ് ചെയ്യാതെ ഇരട്ടക്കുട്ടിയാണെന്നറിയോ? 7ാമത്തെ മാസം പ്രസവം നടന്നു, ഒരു കുട്ടിയാണ് മരിച്ചു. 2ാമത്തെ കുട്ടിക്ക് തലക്കിന് ചെരിവുണ്ട്. അന്ന് ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഇരട്ടക്കുട്ടിയാന്ന് അറിയില്ല ചോദിച്ചു. ആ പാവം സഹോദരി ഇമ്മാന്റെ നേരെ ചൂണ്ടിട്ട് പറഞ്ഞു, സ്കാനിങ് തെറ്റാന്ന് ഉമ്മ പറഞ്ഞിക്കണ്, ഉമ്മാന്റെ ജീവൻ തിരിച്ചോണ്ടിരാ അല്ലാണ്ട് പറയും. ഇതെന്തിനാ പറഞ്ഞു? ഞാനെല്ലാ ഇവിടെയുള്ള ചൂഷണത്തിന് അനുകൂലല്ല, അല്ല, അതെല്ലാത്തിലും ഉണ്ട്. ദീനില്ല ചൂഷണം. പക്ഷെ നമ്മക്കറിയാതെ ഏതെങ്കിലും യൂട്യൂബിലെ വൈകാരികം കണ്ടിട്ട് അവനാന്റെ പെണ്ണുങ്ങളെ വെള്ളത്ത് കൊണ്ടുപോയി പ്രസവിച്ചാൽ മതി, പേരന്റെ ഉള്ളിൽ നിന്ന് പ്രസവിച്ചാൽ മതി, ഇതിന്റെ മുന്നേ വാപ്പാര് 8 എണ്ണം പ്രസവിച്ചിട്ട് ഇവിടെ. അറിയോ സോങ്ങളെ, 1900-നേക്കാൾ 2025 60% ഗർഭധാനത്തിന്റെ സമയത്തുള്ള മരണം കുറവ്. അന്ന് ഓരോ വീട്ടിലും 13 കുട്ടികളുണ്ടാവും, 2 കുട്ടികൾ മരിച്ചിട്ടുണ്ടാവും. അത് സ്വാഭാവികമല്ലേ? അന്നത്തെ ആരോഗ്യം, അന്നത്തെ നമ്മളെ വാപ്പാന്റിമാന്റെ ആരോഗ്യം, അന്നത്തെ ഭക്ഷണ സംസ്കാരം, അന്നത്തെ ആരോഗ്യം, അതാണ് നമ്മളത്. ഇത് നമ്മളെന്തോ ചികിത്സ നടത്താതെ, ട്രീറ്റ്മെന്റ് നടത്താതെ, പ്രവാചകനോട് ചോദിച്ചില്ലേ, പ്രവാചകനെ ചികിത്സിക്കണോ? പ്രവാചകന്റെ വാക്കെന്താ അറിയോ? പ്രവാചകന്റെ വാക്കാണ് തദാബൗ ഇബാദല്ലാ, അള്ളാന്റെ അടിമയാണെങ്കിൽ ചികിത്സിക്കണം. നമ്മൾക്ക് ബുദ്ധിപരമായി തോന്നുന്ന നമ്മുടെ കുട്ടിയുടെയും നമ്മുടെ ഭാര്യയുടെയും നമ്മുടെ ജീവിതത്തിനും ഭീഷണിയില്ലാത്ത ചികിത്സകൾ എന്തായിക്കോട്ടെ ഹലാലായ മാർഗത്തിൽ നിർവഹിക്കണം. 2, മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയാൻ, അന്ധവിശ്വാസങ്ങൾ ഒരിക്കലുണ്ടായി. പ്രസവിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെല്ലേണ്ടത്? ഞാൻ സഹോദരിമാരിത് പ്രത്യേകിച്ച് പുതിയ യുവാക്കളൊക്കെ ചോദിക്കാനുള്ള സംഗതി ഉണ്ടാവും. പ്രത്യേകമായി നല്ല പ്രസവം നടക്കാൻ, ബുദ്ധിമുട്ടൊഴിവാകാൻ, വേദന ഒഴിവാകാൻ പ്രത്യേകമായി ദുആകളില്ല. യൂട്യൂബിലുണ്ട്. എന്താ അറിയോ? മറിയം ബീവിക്ക് ഗർഭധാരണവുമായി ബന്ധപ്പെട്ടത് മറിയമാണ്, അതുകൊണ്ട് മറിയം ഓതിയാ മതി. തെറ്റാണ്, ഒറ്റ ഹദീസിലുമില്ല. മറിച്ച് നമ്മൾക്ക് ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതാം. ഖുർആൻ ശിഫയാണ്. നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ഖൈർ നൽകണമേ എന്നതിലുണ്ട്. പ്രാർത്ഥിക്കുക. പിന്നെയോ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഓരോ സമയത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 2 പ്രാർത്ഥന കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ സഹില ഇല്ലാ മാ ജഅൽതഹു, പടച്ചോനെ നീ തീരുമാനിച്ചാൽ ഇതെല്ലാം എളുപ്പമാകും. സഹിലൻ, അങ്ങേറ്റത്തെ എളുപ്പം. വഅൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹില, പടച്ചോനെ ഞാൻ ബുദ്ധിമുട്ടാണ്, ഈ വേദന, ഈ പ്രയാസം, ഈ ഗർഭധാനത്തിന് അവസാനം ആകെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ തീരുമാനിച്ചാൽ നാഥ അത് എളുപ്പമാക്കാൻ കഴിയും. പ്രാർത്ഥിക്കുക. യുവാക്കളെ, യുവതികളെ, പ്രാർത്ഥന വേണമെങ്കിൽ എവിടെയെങ്കിലും നെറ്റിൽ പോയിട്ട് സഹിൽ അല്ലാഹുമ്മ ലാ സഹില പ്രസംഗം കിട്ടും, അടിച്ചു നോക്കുക. ഭാര്യക്ക് ഫോൺ നോക്കിയിട്ടെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാ. അത് പ്രസവവുമായി ബന്ധപ്പെട്ട പ്രത്യേക ദുആ അല്ല.
മറിച്ച് ജീവിതത്തിൽ എന്ത് പ്രയാസം വരുമ്പോഴും എളുപ്പമാകാനും വേണ്ടി പ്രവാചകൻ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥനകളാണ്. വീണ്ടും ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. യാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇസ്തിഗാസ നടത്തുകയാണ്. എന്ത്? അസ്ലിഹ് ലീ ശഅനി കുല്ല. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യവും നീ നേരെയാക്കി തരണം. പടച്ചോനെ, ഈ കുട്ടി മരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്, ആരോഗ്യമില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്, വൈകല്യമുള്ളൊരവസ്ഥ ഉണ്ടാകരുത്, എനിക്ക് പ്രസവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകരുത്, ബ്ലീഡിങ് വന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പടച്ചോനെ, നീ നന്നാക്കണം. വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ. എന്റെ ഒരു കണ്ണിമ വെട്ടുന്നത് പോലും പടച്ചോനെ നീ എന്നെ ഏൽപ്പിക്കല്ല നാഥാ. അതുകൊണ്ട് സഹോദരിമാരെ, പ്രത്യേക ദുആ അല്ല, എല്ലാ ദുആയും അള്ളാഹിനോട് സ്ഥിരമായി മലയാളത്തിലും ഒക്കെ പടച്ചോനെ ഖൈർ നൽകണമേ. അറിയുക, ഒറ്റ ആയത്താണ്. അലാ, അറിയുക, ബിദിക്രില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലാണ് തത്മഇന്നൽ ഖുലൂബ്, ഹൃദയം സമാധാനാകുക. നമ്മുടെ പ്രസവം അടക്കട്ടെ, ഏതായിക്കോട്ടെ, സന്തോഷത്തില് കഴിയുക. ആശുപത്രിയിൽ നാളെ പോയപ്പോണ്ട് ഒരു സഹോദരി, ഒരാള് മറിയം ഓതുക, മറ്റൊരാള് മറിയമ്പൂ വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇവിടെ എന്തെന്ന് വെച്ചാൽ മറിയമ്പൂ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിടരും, അപ്പൊ അവിടെ പ്രസവം നടക്കും. ഇത്തരം അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഉണ്ടായാൽ ആ കുട്ടി വരെ വരുന്നത് അന്ധവിശ്വാസം ചവിട്ടിയിട്ടാണ്. ദയവേദിട്ട് ഉണ്ടാകരുത്. കൂടെയുള്ള നമ്മുടെ ഇണകളോട്, ഭാര്യമാരോട്, നമ്മുടെ പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മകൾ, ആങ്ങളമാരെ, അവനാന്റെ പെങ്ങന്മാര് ഗർഭിണിയാകുമ്പോൾ പോകുക, സഹായിക്കുക, ഭക്ഷണം വാങ്ങി കൊടുക്കുക, ചികിത്സക്ക് പൈസ കൊടുക്കുക, അള്ളാന്റെയൊക്കെ നിരട്ടി പുണ്യാണെന്ന് മനസ്സിലാക്കുക, സന്ദർശനം നടത്തുക. അതോടൊപ്പം നമുക്കൊരു കുട്ടി ഉണ്ടായി എന്ന് വിവരമറിയുമ്പം ബാപ്പാരെ, വല്യാപ്പാരെ, പറ്റുമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ ശുക്രിന് സുജൂദ് ചെയ്യുക, അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ മറക്കരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ നാഥ സമാധാനവും സന്തോഷവും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് നാഥ. അവർക്കെല്ലാം ആശ്വാസവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഗൾഫ് നാടുകളിൽ, വിദേശ നാടുകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ മിനൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.